നൻപ നൻപികളെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു +1 വിദ്യാർത്ഥി അവിടെയുള്ള ചില അധ്യാപകരുടെ നെറികെട്ട പ്രവർത്തികൾ കാരണം അതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നിട്ട് ഒരിറ്റ് കയറിൽ അവന്റെ ജീവൻ ഒടുക്കാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഒരിറ്റ് കൂസലില്ലാതെ ലെവലേശം സങ്കടം പോലും മുഖത്ത് തുളുമ്പാതെ മീഡിയാസിന്റെ മുന്നിൽ വന്ന് ഇത്രത്തോളം പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്ന, പച്ച കള്ളം എന്നല്ല പറയേണ്ട, പച്ച അപരാധം വിളിച്ചു പറയുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് അധ്യാപകരെന്ന് വിളിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലെ പല സ്കൂളുകളിലും പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ, എല്ലാ സ്കൂളുകളിലും അല്ല, ചില സ്ഥലങ്ങളിലാണെങ്കിൽ കുട്ടികളായിരിക്കും അധ്യാപകരെ കാട്ടി ഭയങ്കര മോശമായിട്ടുണ്ടാവുക. ചില സ്ഥലങ്ങളിൽ അധ്യാപകരായിരിക്കും കുട്ടികളെക്കാൾ മോശമായിട്ടുണ്ടാവുക. ഓക്കെ കുട്ടികൾ മോശമായിട്ടില്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ മോശമാകുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഒരു കുട്ടികളാണെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ന്യായീകരിക്കാം. പക്ഷേ ഒരു അധ്യാപകർ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരെ ഏത് രീതിയിലാണ് ന്യായീകരിക്കുക? കാര്യം കുട്ടികൾക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അധ്യാപകരെന്ന് പറയുന്നത്. അവർ നേരെ ഇതിന് തിരിച്ച് അവർ ഇരുട്ടിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് കുട്ടികൾ ഈ വെളിച്ചത്തിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ഗതികെട്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആൻഡ് ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ കുട്ടികൾ പഠിക്കാൻ പോകാന്ന് പറയുമ്പോൾ അവരുടെ ഭാവി ഏത് രീതിയായിരിക്കും ആയിത്തീരുക, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അവർ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാൻ ആ ഒരു ന്യൂസിന്റെ ചെറിയൊരു ബൈറ്റിംഗ് കൊണ്ടുവെക്കാം. ഇന്നലെ 12 മണിയോട് കൂടിയാണ് ബെൻസിനെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. അതിനുശേഷം 2 മണിയോട് കൂടി തന്നെ ബന്ധുക്കൾ ഈ ബെൻസിനെ തേടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ വീട്ടുകാർ സ്കൂളിൽ വന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് സ്കൂളിലെ ഒരു കോണിപ്പടിയിൽ ബെൻസിന് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഈ സ്കൂളിനെതിരെ ആരോപണമായി എത്തിയത്. സ്കൂളിനല്ല, ഒരു ക്ലർക്കിനെതിരെയാണ് ഇവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഈ ക്ലർക്കിനെതിരെയുള്ള ആരോപണത്തിന് കാരണം എന്ന് വെച്ചാൽ ഈ ക്ലർക്കാണ് ആ പയ്യന്റെ തന്തയ്ക്ക് വിളിച്ചേക്കുന്നത്. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ നടന്ന ആ സ്കൂളിൽ തന്നെ ആ ഒരു പയ്യൻ ഒരു കയറിൽ അവന്റെ ജീവൻ ഒടുക്കിയിട്ട് കൂടി അവിടെയുള്ള അല്ലെങ്കിൽ ഈ മീഡിയാസിന് മുന്നിൽ വന്ന് സംസാരിക്കുന്ന അധ്യാപകർക്ക് ഒരു കൂസലില്ല. മെയിൻലി ആ പ്രിൻസിപ്പളിന് ഒരു കൂസലില്ല. സംസാരിക്കുമ്പോഴത്തേക്കിന് ഇന്ന് ആ പയ്യന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അവന്റെ സുഹൃത്തുക്കളാണ്, +1 പഠിക്കുന്ന അവന്റെ അതേ പ്രായത്തിലുള്ള സുഹൃത്തുക്കൾ, അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് സംസാരിക്കുന്നത്. ആൻഡ് അവരെ ഒരിക്കലും ഞാൻ വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്നില്ല, വിപ്ലവകാരികൾ എന്ന് ഞാൻ വിളിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ, കാര്യം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് കുറെ രാഷ്ട്രീയ പാർട്ടികളെ കൊടി പൊക്കിക്കൊണ്ട് വരുമല്ലോ, അതൊന്നുമില്ലാതെ നീതിക്ക് വേണ്ടിയിട്ട് എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനെ കൊണ്ട് ഒരു ഇതിന്റെ പിൻബലം വേണ്ട. ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞോട്ടെ, അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അവർക്ക് അതിനെതിരെ വിരൽ ചൂണ്ടുമെന്ന് പറയുന്ന ഇവരെ ഞാൻ വിപ്ലവകാരികൾ എന്ന് തന്നെ വിളിക്കും. ഇനി ആ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൊണ്ട് വെക്കാം. അവൻ റെക്കോർഡ് എഴുതിയിട്ട് നമുക്ക് സൈൻ ചെയ്യണം. അപ്പൊ റെക്കോർഡ് ഉണ്ടെങ്കിലേ ഞങ്ങൾ പബ്ലിക് എക്സാമിന് കയറ്റുള്ളൂ. അങ്ങനെ അവരെടുത്ത് മോഡൽ എക്സാമിന്റെ അന്നാണ് അവൻ റെക്കോർഡ് കൊണ്ടുവന്നത്. റെക്കോർഡ് അവരെടുത്ത് ഒപ്പിടാൻ അവനും ഈ കൊച്ചും ഇവളും കൂടെ കൊണ്ടുകൊടുത്തു. അവർ ഒപ്പിട്ട് കൊടുത്തില്ല. അവരെ മാക്സിമം ഹറാസ് ചെയ്ത് അവനെ കൊല്ലാകൊല ചെയ്തിട്ടാണ് അവൻ ഒപ്പിട്ട് കൊടുത്തത്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇത് ഇപ്പൊ ചെയ്തതെങ്കിൽ അവ സ്കൂളിൽ അന്ന് തന്നെ നിർത്തി കത്തിക്കുമായിരുന്നു. അത്രയും ബോൾഡായിട്ടുള്ള ഒരുത്ത അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരെന്ത് മാത്രം അവനെ ഹറാസ് ചെയ്ത് കാണും. കുട്ടികൾ പറയുന്ന ഈ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാര്യം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത്രത്തോളം ഹറാസ്മെന്റ് ആ ഒരു സ്കൂളിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറിച്ചിട്ട് ഈ പ്രിൻസിപ്പൾ വന്ന മീഡിയസിന്റെ മുന്നിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എക്സാമിന് ക്വസ്റ്റൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മണക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീൽ എന്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ സീലാണ് ഓഫീസിലുള്ളത്. ആ സീൽ വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് അവർക്കറിയത്തില്ല, അവർ ഇള്ളാക്കുഞ്ഞ് അവർ തന്നെ പറയുന്നുണ്ട്, ഇവിടെയുള്ള ഒരു റൗണ്ട് സീലാണെങ്കിൽ വേറെ അധ്യാപകൻ വേറെ സ്കൂളിലോട്ട് കൊണ്ടുപോയിക്കാണ്, അതുകൊണ്ട് ഒരു പഴയ സീൽ ഓഫീസിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അങ്ങോട്ടേക്കാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ളത് പുള്ളിക്കാരി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. അപ്പം നീ പോകാൻ കാരണം നിന്റെ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ്, ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവൻ്റെ ഇതല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു എൻ്റെ എല്ലാ ടീച്ചർക്കും വേറെ ആളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയാണെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല. എന്താ അല്ല, വേറെ ആരുടെയെങ്കിലും റെക്കോർഡ് ആയിക്കോട്ടെ, സോ വാട്ട്? ഇവർ അവൻ തൂക്കിക്കൊല്ലാനും മാത്രമുള്ള കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തേക്കുന്നത്. വേറെ ആളുടെ റെക്കോർഡ് ഇതുപോലെ സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സീൽ വെപ്പിക്കാനോ വന്നു എന്ന് പറയുന്നത്. ഈ ഇവരുടെ പറയുന്ന ആ ഒരു വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പറ്റും. അതായത് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ആ ഒരു പയ്യന്റെ ഭാഗത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആക്കാൻ പറ്റും. അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ രീതിയിൽ മാക്സിമം ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇവരെന്തെങ്കിലും അവരെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാണ് ന്യായീകരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന സാധനമാണ് ഇതൊക്കെ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്റെ സീൽ എന്റെ ഇരിക്കുകയാണ്. റൗണ്ട് സീൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. ഇവര് കണ്ടിട്ടുമില്ല, ഇവരൊട്ടും പറഞ്ഞിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല. ഇവർ ആ നാട്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. ഇനി ഇവരെ പറ്റിയിട്ട് അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. സീലെടുക്കാൻ പ്രിൻസിപ്പളാണ് അവനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൻ ഓഫീസിൽ കയറിയപ്പം ആ ക്ലർക്ക് അവനെടുത്ത് തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ചും പറഞ്ഞു. അനില ടീച്ചർ ഒപ്പിട്ട് കൊടുത്തില്ല. അവൻ ഒരുപാട് പറഞ്ഞു. പ്രിൻസിപ്പള് കള്ളത്തനം പറഞ്ഞു, ക്ലർക്ക് ഒന്നും ചെയ്തില്ല. കണ്ടോ, കള്ളത്തരമാണ് ഈ പെണ്ണുമ്പിള വന്നിരുന്ന മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവർക്കും ഈ പറയുന്ന ഈ മരണപ്പെട്ട ആ ഒരു കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു മകനോ മകളോ ഉണ്ടായിരിക്കില്ലേ, അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ വന്നിട്ട് പച്ച കള്ളങ്ങളായിരിക്കും മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ വിളിച്ച് നിങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഒരു അധ്യാപികയാണ് വന്നിട്ട് ഇതുപോലെ കള്ളം പറയുന്നത്. അപ്പോഴും കുട്ടികൾ അവിടെ നിന്ന് പറയുന്നുണ്ട് സത്യമാണ് പറയേണ്ടത്, ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയാണ്.
നാണമുണ്ടോ നിങ്ങൾ വേറെ വല്ല പണിക്കും പോയിട്ടിട്ട്? ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം പറയുന്നുണ്ട്. അല്ല, ഇപ്പം പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ക്ലർക്ക് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. ഇവര് കണ്ടിട്ടില്ല. മറ്റേ ദുബായ് കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, ഞാൻ ദുബായ് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ദുബായ് ഇല്ല, ഞാൻ കാണാത്തോണ്ട് ദുബായ് ഇല്ല എന്ന് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന ഡയലോഗ് പോലെ ഇവർ പറയുന്നത്. ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരൊന്നും കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല. എനിക്ക് പരാതിയുമില്ല, ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുന്നത്? എനിക്ക് അറിഞ്ഞൂടാ സാർ. ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, രക്ഷകർത്താവിനെ വിളിച്ചത്. ഇല്ല അല്ല, കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ്. അതിന് ഇന്ന് പരീക്ഷ നടക്കാനുള്ളതാണ്. അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവൻ തന്നെയാണ് ഈ പ്രിൻസിപ്പലിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഇയാളെ തന്തയ്ക്ക് വിളിച്ച് ഇതുപോലെ റെക്കോർഡ് പറയുന്ന പോലെ സീൽ വെക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് തന്തയ്ക്ക് വിളിച്ചെന്നുള്ള രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ തന്നെയാണ് ഈ ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞത്. ആ പയ്യനും തിരിച്ച് ഇയാളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെന്ന് ഈ ടീച്ചറിന്റെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്കിന് ഇവർ നേരെ ഈ പയ്യന്റെ ഇവന്റെ വീട്ടിലോട്ട് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഈ ക്ലർക്കിന്റെ അടുത്ത് എന്താ കാര്യം ഒന്നും ഇവർ അന്വേഷിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ഞാനാണ് വരാൻ പറഞ്ഞത്. അത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കേട്ടല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞത്. നേരത്തെ പറയുന്നു മറ്റേ റെക്കോർഡിന്റെ സംഭവം ഇത് സബ്മിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചെന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ ആയിട്ടുള്ള മേഡം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത ക്ലർക്കിനോട് പിന്നീട് വിശദീകരണം ചോദിച്ചില്ല. സ്വയമേ ആ വിഷയം വന്ന് പ്രിൻസിപ്പലിനെ അറിയിച്ച ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് രക്ഷകർത്താക്കിന് വരാനാണ് മേഡം പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടിയോട് മോശമായിട്ടോ രക്ഷകർത്താവിനോട് മോശമായിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതിൽ അയ്യോ, അവർ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ എത്ര നിഷ്കളങ്കയായിട്ടുള്ള ഒരു അധ്യാപികയാണത് അല്ലേ? ഇതിനെ പറയട്ടെ, ആ കുട്ടിയുടെ ആണെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ആ ഒരു കുട്ടിയുടെ ആണെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, അത് പ്രിൻസിപ്പളാ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അമ്മയ്ക്ക് കാല് വയ്യാത്തതാണ്, അമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ടീച്ചർ പറഞ്ഞു അമ്മ ഇവിടെ വന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ പോയി നിങ്ങൾക്ക് ഒപ്പിട്ട് തരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇനി ഈ പയ്യന്റെ ആണെങ്കിൽ അമ്മാവൻ പറയുന്ന കാര്യം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. പ്രിൻസിപ്പൽ ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തു. ഉടനെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ഒരു ഭാഗത്താണ്. ഈ പിള്ളേർ ഇവരുടെ ശത്രുക്കളാണ്. ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തിട്ട് ഇവൻ അത് മറ്റത് ഇപ്പൊ പാരന്റിനെ വിളിക്കണം എന്നിട്ട് എന്റെ സിസ്റ്റർ വിളിച്ചു. കേട്ടല്ലോ, ഇനി ഇവന്റെ മറ്റൊരു സുഹൃത്തോടെ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ആദ്യം അവൻ ക്ലാസ്സിൽ എക്സാമിന് കയറി ഇരുന്നിട്ടാണ് അവനെ എല്ലാ സാർമാരും ടീച്ചർമാരെല്ലാരും കൂടെ വന്നിട്ട് പുറത്ത് വിളിച്ചിറക്കിയിട്ട് എഴുതിക്കൊണ്ടിരുന്ന അവനെ പുറത്ത് വിളിച്ചിറക്കിയിട്ട് എല്ലാവരും കൂടെ അവനെ പറയാനൊന്നുമില്ല. ധാരാളെല്ലാം പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങേരും പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നേരെ അവൻ ടീച്ചറിന്റെ പോയി പറഞ്ഞു. ഇവിടെ നിന്ന് അതേപോലെ അവൻ ടീച്ചറിന്റെ പോയി പറഞ്ഞു, എച്ച് എടുത്ത് പറഞ്ഞിട്ട് അതേ സമയത്ത് അവൻ ക്ലാസ്സിൽ കയറി എഴുതാൻ വേണ്ടി കയറി എക്സാമിന്. എന്നിട്ട് ബാക്കി എല്ലാ ടീച്ചർമാരും എല്ലാവരും കൂടെ വന്നിട്ട് അവനെ പിടിച്ച് പുറത്തിറക്കി. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ സാർമാരും എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ക്ലർക്ക്. എന്നിട്ട് അവന്റെ തല്ലാണ് എല്ലാ കുറ്റവും വന്നത്. കേട്ടല്ലോ, ആ ക്ലർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അധ്യാപിക ഈ പറയുന്ന മോശമായിട്ട് ഒന്നും ഒരു രീതിയിലും പെരുമാറിയിട്ടില്ല. അവന്റെ വീട്ടിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല. അവന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവന്റെ വീട്ടിൽ ഈ പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം വന്നത്. കേട്ടല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. അപ്പോഴും ഈ അധ്യാപക വന്ന് പച്ചയ്ക്ക് വന്ന് പറയാണ്, ഈ പെണ്ണുമ്പിള്ള പറയാണ്, ഞാൻ അവനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവനെ അങ്ങനത്തെ ഹറാസ്മെന്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മോശമായിട്ട് അവരുടെ വീട്ടുകാരോടൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അയ്യോ, ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ ക്ലർക്കൊന്നും പറഞ്ഞില്ല. എന്നാൽ അയാൾക്ക് ഒരു പരിപാടി ചായ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോട് അയാൾക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. ക്ലർക്കിനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നതാണിത്. ഓക്കെ, ഇനി ക്ലർക്ക് പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. കുട്ടികളുടെ പേരെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, രജിസ്റ്ററുള്ള പേരുകൾ ഇന്നലെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. കാസർഗോഡ് കാര്യമില്ലല്ലോ. ഒരു പയ്യൻ വന്നു ഓഫീസിൽ കയറി, ഞാൻ ഓഫീസിൽ കയറി പ്രിൻസിപ്പളിന്റെ മേശപ്പുറത്തുനിന്ന് സീലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. കുറെ സീൽ വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് സീല് ബാക്കിയെടുക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു എന്താണ്, ആരാണ്, എന്തിനാണ് സീല് ബാക്കിയെടുക്കുന്നത്, എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ടീച്ചർ പറഞ്ഞു സീലെടുത്തുകൊണ്ട് ചെല്ലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് സീലാണെന്നുള്ളത് നിനക്കറിയാമോ? ടീച്ചറെ ഒന്നെടുക്കാൻ പറയുന്നു പറഞ്ഞു. അവ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പരമ്പിക്കൊണ്ട് പോയി. ഇത്രേ നടന്നുള്ളൂ. അവൻ ആരാണെന്നും എന്താണെന്നും ഈ വന്ന വിദ്യാർത്ഥി ഏതാണെന്നും ഒന്നും അവൻ അറിയത്തില്ല. അവൻ ഒരു കുരു അവൻ അറിയത്തില്ല, അല്ലേ? കേട്ടുകൊണ്ട് നിന്ന കുട്ടികൾ പറയുന്നത് ചേട്ടൻ വളരെ ഹാർഷായിട്ട് അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല, അതൊക്കെ അവർക്ക് എന്തുകൊണ്ട് പറയാമല്ലോ. ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയോടെ അവർക്ക് എന്തുവാണെങ്കിലും കൂട്ടം ചേർന്ന് പറയാമല്ലോ. ചേട്ടൻ ഇന്ന് ലീവ് എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഇല്ല, ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാന് വെള്ളിയാഴ്ച ദിവസം വിളിച്ചവർ ലീവായിരിക്കും. ഇപ്പൊ ഈ പോലീസ് വല്ല വിളിക്കുകയെല്ലാം ചെയ്തോ? രാവിലെ പോലീസ് വിളിച്ചപ്പോഴാണ് അറിയുന്നത്. പക്ഷെ പോലീസ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ അറിയത്ത് പോലും ഇല്ലായിരുന്നല്ലേ? അയ്യോ, ഈ സംഭവങ്ങളൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഇവന് ആ കുട്ടികൾ ആരാന്ന് പോലും ഇയാൾക്ക് അറിയത്തില്ല. ആ വിദ്യാർത്ഥികളുടെ പേരറിയത്തില്ല, ആരാ മരിച്ചതെന്ന് അറിയത്തില്ല, ഒന്നും അയാൾക്ക് അറിയത്തില്ല. പോലീസുകാരെ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. പോലീസുകാരെ വിളിച്ചില്ലെങ്കിൽ ഇയാളെ അറിയത്തേ ഇല്ലായിരുന്നു. ഇനി ഈ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഈ ക്ലർക്കിനെ പറ്റിയിട്ട് പ്രിൻസിപ്പളിനടുത്ത് ബാക്കി കുറച്ച് കാര്യങ്ങൾ പ്രിൻസിപ്പൾ പറയുന്നതായിരുന്നു കേട്ടോ. നമുക്ക് ക്ലർക്ക് 2 വർഷമായിട്ടുള്ളൂ, ഇവിടെ വന്നിട്ട് 2 വർഷമായുള്ളൂ. അതുകൊണ്ട് 2 വർഷമായതേ ഉള്ളൂ വന്നിട്ട്. അപ്പം ന്യൂസ് ആങ്കർ ചോദിക്കുന്നുണ്ട് ഇത് പറയലെ വേറെ ആരുടെ അടുത്തെങ്കിലും ഇതുപോലത്തെ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, 2 വർഷം ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല.
അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്ന കാര്യം ഇനി വെക്കാം, ഇയാൾ ബാക്കിയുള്ളവരുടെ എങ്ങനെ പെരുമാറുന്നതെന്ന്. അറിഞ്ഞൂടാ, നമ്മൾ എന്റെ തന്തൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈക്കിന്റെ അവിടെ പോയി എന്നിട്ട് ബൈക്ക് തുടയാനില്ല, നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ എന്താ എന്റെ തന്തയുടെ എപ്പോഴും തന്തക്കാണ് അങ്ങനെ വിളിക്കുന്നത്. ടീച്ചർമാർക്ക് അറിയില്ല ഇങ്ങനെ. അവൾ എന്റെ ക്ലാസ് ടീച്ചറിനകത്ത് പറഞ്ഞായിരുന്നു, അപ്പം നിങ്ങളെല്ലാം അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ സിത്താര ടീച്ചർ കേട്ടല്ലോ. ബാക്കിയുള്ളവരുടെ ഇയാളുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അപ്പോഴും പ്രിൻസിപ്പൾ പറയുന്നത് എന്താണ്, അല്ല 2 വർഷമായതേ ഉള്ളൂ വന്നിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇവളെ ബാക്കി ഈ പയ്യൻ പറയുന്ന ബാക്കി കൂടെ വെക്കാം. അങ്ങോട്ട് പോകണ്ട, അവരെ ബൈക്കിൽ തുടങ്ങി അങ്ങനെ ചെറിയ മെന്റൽ പ്രശ്നമുള്ളതാണ്. കേട്ടല്ലോ, മെന്റലി പ്രശ്നമുള്ള ആളാണ്. ഈ മെന്റലി പ്രശ്നമുള്ള ആളെയാണ് 2 വർഷമായിട്ട് ഇവിടെ നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഒരു പയ്യന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവർക്ക് അറിയത്തില്ല, അവർക്ക് ഒന്നും അറിയത്തില്ല, അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. എടി മെന്റലി പ്രശ്നമുള്ളതെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലേ? ഒരു കാര്യത്തില്ല, അങ്ങനെ ഒരാൾ അവിടെ വെച്ച് ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം മഹാമനസ്കത കൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരു ജോലി കൊടുത്തതാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരാൾ കുട്ടികളുടെ അടുത്ത് ഇത്രയും നിരന്തരം മോശമായിട്ട് പെരുമാറുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടും അതിനെതിരെ ഒരു ആക്ഷനും സ്വീകരിക്കാത്തപ്പോൾ നിങ്ങളും ഇതിനകത്ത് കുറ്റവാളിയാണ്. ഈ ക്ലർക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പല തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിച്ചത്. മക്കളെ, സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും. നിനക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും. കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ബാക്കിയുള്ള അധ്യാപകരും ഇതുപോലെ പെരുമാറുന്നു പറയുമ്പോഴത്തേക്കിന് നിങ്ങളൊന്ന് ആലോചിക്കുക, എടി കുട്ടികൾക്ക് ഇനി എന്താണ് പറഞ്ഞു കൊടുക്കുക? ഒരു കുട്ടികളെ അല്ലെങ്കിൽ ഒരു പേരൻസ് സ്കൂളിലോട്ട് വിടുന്ന ടൈമിൽ അല്ല ടീച്ചർമാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതെല്ലാം അനുസരിക്കണം, അല്ലെങ്കിൽ എല്ലാം നമ്മൾ കേൾക്കണം, അതൊക്കെ ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇത്. അതല്ല, ടീച്ചർമാരോട് തിരിച്ച് പറയേണ്ടി വരണം എന്ന് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റും. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ച് മുഖത്ത് നോക്കി 2 വർത്താനം പറയണം എന്ന് പറയാൻ പറ്റും കുട്ടികളുടെ അടുത്ത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അധ്യാപകരല്ലേടെ മാറേണ്ടത്? ഇങ്ങനത്തെ കുറേ കീടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ പിശാചുകളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ടീച്ചർമാർ എങ്ങനെയാണ് ഇവരെ ടീച്ചർ എന്ന് വിളിക്കുന്നത്? എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചർമാരും ഇങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെ ആയിരുന്നു നമ്മളൊക്കെ ഓരോ ടീച്ചർമാർ നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, നല്ലപോലെ വീട്ടിൽ നിന്ന് പേരൻസ് വരുമ്പോഴത്തേക്കും നമ്മളെ പറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ടീച്ചർമാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര ടോക്കേറ്റീവ് ആയിരുന്നു. അപ്പം ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്ന ബോഡി പേരൊക്കെ ഇടും. ഒരു ദിവസം വീട്ടിൽ നിന്ന് പേരൻ്റെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും പറഞ്ഞത്, ശിവജിത്ത് എൻ്റെ കുറേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര കുസൃതിയാണ് കേട്ടോന്ന്. അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ടീച്ചർ, ഭയങ്കര കുസൃതിയാണെന്ന്. അപ്പോഴും ആ വേർഡ് യൂസ് ചെയ്തത് എനിക്കൊരിക്കലും മോശമായിട്ട് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച ടീച്ചർമാർ. ഞാൻ ഇന്നും ആലോചിക്കുമ്പോൾ അത്തരം ടീച്ചർമാരൊക്കെ എനിക്ക് കിട്ടുന്നത് എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. നിങ്ങൾക്ക് അതുപോലത്തെ ഒരുപാട് ടീച്ചർമാരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇത്തരം ടീച്ചർമാരെയൊക്കെ എങ്ങനെ ടീച്ചർ അധ്യാപകർ എന്ന് എങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുക? അവിടുത്തെ ആണെങ്കിൽ ഇവരുടെ ആണെങ്കിൽ ക്ലാസ് ടീച്ചർ ഇവരുടെ ഈ ഒരു പയ്യന്റെ മരണം വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതോടെ ഞാൻ അങ്ങോട്ട് വെക്കാം. ക്ലാസ് ടീച്ചർ വന്നിട്ടില്ല, പ്രിൻസിപ്പൽ മാത്രം വന്നിട്ട് മാതൃഭൂമി ന്യൂസുകാർ വന്നപ്പം അപ്പം തന്നെ കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ ടീച്ചർ മരണ വീട്ടിൽ വന്നിട്ട് പോലും ഇല്ല. എന്തൊരു സിറ്റുവേഷനിൽ ചെയ്യണമെന്ന് കുട്ടികൾ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇനി കുട്ടികളുടെ ഒരു ആവശ്യം എന്താണെന്ന് കൂടി കുട്ടികൾ പറയുന്നുണ്ട്. ഒന്നീ ഞങ്ങളെ ബെഞ്ചിനെ അവർ തിരിച്ചു തരണം, അല്ലെങ്കിൽ പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും ഈ സ്കൂളിൽ നിന്ന് പോകണം, ക്ലർക്കും പോകണം. സസ്പെൻഷൻ മാത്രം പോരാ, എല്ലാവരും സ്കൂളിൽ നിന്ന് പോകണം. പ്രിൻസിപ്പലിനെ, അനില ടീച്ചറിനെ, പിന്നെ ക്ലർക്കിനെ മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇനി എത്ര പിള്ളേർ ഇതുപോലെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ മാറ്റിയേ പറ്റുള്ളൂ. ഇതുപോലെ ഇനി എത്ര കുട്ടികൾ ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ കുട്ടികൾ പറയുമ്പോൾ ഇത് വെറുതെ ഒരു വെറും വാക്ക് പറയുന്ന പോലത്തെ ഒരു കാര്യമല്ല. കാര്യം അത്രയും സീരിയസ്നെസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ നടന്നിട്ടും അതിൽ നിന്ന് കൈ ഒഴിഞ്ഞു മാറുന്ന ഇത്തരം അധ്യാപകർ ഓക്കെ, നാടിന് ആപത്താണ്, ശാപമാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് തന്നെ. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ആ കുട്ടികൾ ഇവിടെ എത്ര അടിപൊളിയാണെന്ന് അറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയറുണ്ട്. തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനെ കൊണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളുടെ പിൻബലമില്ലാതെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനെ കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയറുണ്ട്. അതെന്നും അതുപോലെ ഉണ്ടാവണം. ഇത് ആർക്ക് വേണ്ടിയിട്ടും അത് നിങ്ങൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഇത് നിങ്ങളുടെ പ്രതികരണമല്ല, നിങ്ങളുടെ പ്രതിഷേധമാണിത്. ഓക്കെ, നിങ്ങളുടെ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നിങ്ങളിപ്പം ആ ഒരു മീഡിയസിന് മുന്നിലൊക്കെ വന്ന് നിങ്ങളുടെ ഈ ഒരു സംസാരം എന്ന് പറയുന്നത് ആ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ അപ്പോഴും ആലോചിക്കുന്നത്, ആ കുട്ടികൾ കാണിക്കുന്ന ആ ഒരു ധൈര്യം പോലും, അല്ലെങ്കിൽ കുട്ടികൾ കാണിക്കുന്ന സഹപാഠിയുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും ഈ ഒരു അധ്യാപകർക്കില്ലല്ലോ എന്നുള്ളതാണ്. ആൻഡ് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇന്നലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ശരി, ബൈ.